ഞങ്ങൾ വലിച്ചിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളുടെ ശരീരം കാണുമ്പോൾ അങ്ങനെ ഇരിക്കുന്നതല്ല, നമ്മൾ ട്രെയിൻ ആയിട്ടുള്ളതാണ്. ശരീരത്തിൽ സുഖം മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതിന് ദുഃഖങ്ങൾ അറിയണ്ടേ. നമ്മുടെ ശരീരത്തിൽ ദുഃഖങ്ങൾ അറിയുമ്പോഴല്ലേ അതുപോലൊരു ദുഃഖമുള്ളൊരു മനുഷ്യനെ കാണുമ്പോൾ നമ്മളവനെ സ്നേഹിക്കുക. ഇതിൽ ദീക്ഷാഗുരു കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ട് വരുന്നത് ദിഗംബര ഗുരുവാണ്. ദിഗംബരനെ കുറിച്ചാണ് നാഗസന്യാസിയുടെ പ്രാധാന്യം അപ്പോഴാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. എല്ലാവരും ഒരുപോലെ കാണാനും ജാതി മതം ഒന്നുമില്ലാതെ എല്ലാവരും ഒരുപോലെ കാണണമെങ്കിൽ സ്നേഹം എന്നുള്ളത് ഉണ്ടാവണം. സ്നേഹം എവിടെയുണ്ടോ അവിടെ ആയിരിക്കും ഐക്യമുള്ളത്. ഈ കൃഷിയിടങ്ങളിൽ മണ്ണിൽ പണിയെടുക്കേണ്ടി വരും. അല്ല, അങ്ങനെയല്ല. കൃഷിയുടെ അതിൻ്റെ കാര്യങ്ങൾ നടത്തുക. ഈ നാഗസന്യാസിമാർ ഈ പറയുന്ന പോലെ എവിടെയും പോകുന്നല്ല. അവർ ഇപ്പം നമുക്ക് കുംഭമേള ഇത്രയും ലക്ഷം സന്യാസിമാർ, ഈ കുംഭമേള സമയത്ത് ഇത്രയും സന്യാസിമാരൊക്കെ ഉണ്ട്. ഈ കുംഭമേള കഴിഞ്ഞ ദിവസം നിങ്ങൾ പുറത്ത് എവിടെ വേണം പോയി നോക്കിയോ, ഒരു നാഗസന്യാസി നിങ്ങൾ കാണില്ല. പകുതി നിന്ന് ഇട്ട് ഉപയോഗിച്ച് ഓടിപ്പോകുന്ന സന്യാസിമാരാണ് താങ്കൾ ഈ പറഞ്ഞ പോലെ വലിക്കുക, ആളുകൾക്ക് ഉപദ്രവമായി ജീവിക്കുക. എന്നാൽ അത് തന്നെയാണ് മറ്റുള്ള നാഗസന്യാസിമാരെന്നൊരിക്കലും. നമസ്കാരം. ഭാരതത്തിലെ സന്യാസി പാരമ്പര്യത്തെക്കുറിച്ച്, സന്യാസി വര്യന്മാരെക്കുറിച്ച് അറിയാൻ മലയാളിക്ക് എപ്പോഴും താല്പര്യമുള്ള വിഷയങ്ങളാണ്. അതിൽ അഘോരികളെക്കുറിച്ചും നാഗസന്യാസിമാരെക്കുറിച്ചും പല ധാരണകളും തെറ്റിദ്ധാരണകളും നമുക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ കുംഭമേള സമയത്ത് നാഷണൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്ത 2 മലയാളികളായ നാഗസന്യാസിമാരുണ്ടായത്. അതിൽ സുന്ദർ ഗിരി മഹാരാജ് സ്വാമിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സ്വാമി നമസ്തേ. 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 നമോനാരായ. സ്വാമിജി, സ്വാഭാവികമായും മലയാളിക്ക് ഈ സന്യാസി പാരമ്പര്യത്തെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരു പരിധി വരെ ഇപ്പോഴും മനസ്സുകൊണ്ട് യാതൊരു വിധമായ ഒത്തൊരുമയും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ ഈ നാഗസന്യാസിമാരെക്കുറിച്ചും അഘോരികളെക്കുറിച്ചും ഒക്കെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. നിങ്ങൾ നാഗസന്യാസിമാർ ഹിമാലയ സാനുക്കളിൽ അല്ലെങ്കിൽ തണുപ്പുള്ള ഹിമാലയം എന്നൊക്കെ പറയുമ്പോൾ മലയാളിക്ക് ടൂറിസ്റ്റ് സ്പോട്ട് അവിടെ കഞ്ചാവും ചരസും ഒക്കെ അടിച്ച് ഭക്തി എന്ന പേരിൽ വെറുതെ തപസ്സിരിക്കുന്ന ഒരു കൂട്ടം കാഷായ വസ്ത്രധാരികൾ, ജടാധാരികൾ, ഇതൊക്കെയാണ് മലയാളിക്കുള്ളൊരു ചിന്ത. സത്യത്തിൽ ആരാണ് ഒരു നാഗസന്യാസി? നമസ്തേ. നമോ നാരായൺ. എൻ്റെ പേര് സുന്ദർഗിരി. ശ്രീ ശംഭു പഞ്ചദശനാം അവാഹനകടയിൽ ഒരു മഹന്താണ്. അത് നാഗസന്യാസിമാരെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ്, തെറ്റിദ്ധാരണയാണ്. അവിടെ പോയി 1-2 ആളുകൾ അവർ കാണുന്ന കാഴ്ച ഇവിടെ റിപ്പോർട്ട് ചെയ്യും. എന്നാൽ നാഗസന്യാസിമാരങ്ങനെ സമൂഹത്തിൽ ഇടപെട്ട് ജീവിക്കുന്ന ആളുകളല്ല. ഒരു നാഗസന്യാസി എന്നുള്ളത് ഒരു നാഗസന്യാസി രൂപപ്പെടുന്നതിന് ഒരു വലിയൊരു പ്രോസസ്സാണ്. അല്ലാതെ ഇന്ന് കണ്ട് നാളെ നാഗസന്യാസി അങ്ങനെ ഒരു സമ്പ്രദായമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് സന്യാസി എടുക്കണം എന്നുള്ളൊരു മോഹം വന്നത് വിവേകാനന്ദയിലൂടെ, അദ്ദേഹത്തിലൂടെ അറിഞ്ഞ ഗുരു ശ്രീ രാമകൃഷ്ണനിലൂടെ. ഒരു മനുഷ്യൻ എന്നുള്ള ബോധം എനിക്ക് ആദ്യം തന്നത് രാമകൃഷ്ണ ഭഗവാനാണ്. ശ്രീ രാമകൃഷ്ണ പരമഹംസ വിവേകാനന്ദജിൻ്റെ ഗുരു. അപ്പോൾ അതിനുശേഷം സന്യാസി ദീക്ഷ എടുക്കണം തോന്നി ഞാൻ രാമകൃഷ്ണ മിഷനെ ഞാൻ സമീപിച്ചിരുന്നു. അപ്പോൾ അവിടെ ചില മാനദണ്ഡങ്ങളുണ്ട്, വിദ്യാഭ്യാസം, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടുത്തെ സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതായിട്ട് നമുക്ക് പൊരുത്തപ്പെട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് എന്നാലും നമ്മൾ ഗുരുക്കന്മാരെ തേടി അലച്ചില്ലായിരുന്നു. അങ്ങനെയാണ് എൻ്റെ സഹോദരനാണ് ആദ്യം നാഗസന്യാസി ആയതാണ്. അദ്ദേഹം പോയി 1 വർഷത്തിന് ശേഷം അദ്ദേഹത്തിലൂടെയാണ് ഞാൻ നാഗസമ്പ്രദായത്തിൽ തന്നെ വരുന്നത്. ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഞാൻ പറയാം. ഞാൻ സാധാരണ ഒരു ഗൃഹസ്ഥനായിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. ഞാൻ ഗുരുവിനെ നമ്മൾ തിരഞ്ഞെടുക്കണം. ഗുരുവിനെ ഒരുപാട് ഗുരുക്കന്മാരെ നിങ്ങൾക്ക് കാണാം. അതിൽ നിങ്ങൾക്ക് ചേർന്ന ഗുരുവിനെ നമ്മൾ തന്നെ, ആരും നിർബന്ധമൊന്നുമില്ല. നമുക്കവിടെ സേവ ചെയ്യാം. നമ്മൾക്ക് യോജിച്ച ഗുരുവിനെ നമ്മൾ തന്നെ കണ്ടെത്തണം. അത് കണ്ടെത്തുന്ന ആരോ ആ ഗുരു നമ്മുടെ ഗുരു തന്നെയാണ്. അപ്പം എനിക്ക് യോജിച്ചൊരു ഗുരുവിനെ കണ്ടെത്തി. അദ്ദേഹം എനിക്ക് ആദ്യം നൽകിയത് മഹാപുരുഷ്, അതായത് നമ്മുടെ നാഗസമ്പ്രദായ പ്രകാരം 5 ഗുരുക്കന്മാരാണ് വരുന്നത്. ഒന്ന് ദീക്ഷാഗുരു, മെയിൻ ഗുരു. രണ്ടാമത്തത് ദിഗംബർ ഗുരു. മൂന്നാമത്തെ ഭസ്മഗുരു, പേര് നൽകുന്നതിനൊരു ഗുരു, ലങ്കോട്ടി നൽകുന്നതിനൊരു ഗുരു, കാവ്യ നൽകുന്നതിന്, ഇങ്ങനെ 6 ഗുരുക്കന്മാരാണ് ടോട്ടലുള്ളത്. ഇതിൽ ദീക്ഷാഗുരു കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ട് വരുന്നത് ദിഗംബര ഗുരുവാണ്. ദിഗംബരനെ കുറിച്ചാണ് നാഗസന്യാസിയുടെ പ്രാധാന്യം അപ്പോഴാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. ആദ്യം അർദ്ധപുരുഷ മഹാപുരുഷാക്കി വിടും. മഹാപുരുഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുത്തെ സമ്പ്രദായ പ്രകാരം ബ്രഹ്മചാരി എന്ന് പറയാം. എന്നാൽ വെള്ളയല്ല, കാവ്യ വസ്ത്രം തന്നെ നൽകും. അർദ്ധ പുരുഷാക്കുന്നത് തന്നെ ഈ പറഞ്ഞ എല്ലാ ഗുരുക്കന്മാരും വന്ന് അവർ നോക്കി വിലയിരുത്തും. എങ്ങനെയാണ് ഇവന് ഭോഗവാസനയുണ്ടോ, അത് പൂർണ്ണമായ മനസ്സോടാണോ വന്നത്, അല്ലെങ്കിൽ 2 പുസ്തകം വായിച്ച ആ അറിവിൽ വേണ്ടി ഒരു എന്താ പറയുക, ചിലർക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല. അത് 2 ദിവസം കഴിഞ്ഞു. അപ്പം ഈ ഒരു പരീക്ഷണമാണ്. അത് കഴിഞ്ഞല്ല ഇവൻ സന്യാസി ആവാൻ വേണ്ടിയാണ് വന്നതെന്ന് പറയുമ്പോൾ ആദ്യം കൊടുക്കുന്ന ഒരു ഇത് പറയുമ്പോൾ അർദ്ധപുരുഷാക്കി വിടും. അതായത് അർദ്ധ സന്യാസി എന്ന് പറയും, ബ്രഹ്മചാരി എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം അവനെ സേവ ചെയ്യിപ്പിക്കും, ആശ്രമസേവ. അത് ഈ പറയുന്ന പോലെ ശരിയായ സിസ്റ്റമാണ്. എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ടാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അതിന് കൃത്യമായ റൂളുണ്ട്. അത് വിട്ട് ഒരു കളിയുമില്ല. അകടയുടെ ഒരു ട്രെയിനിങ് ആണ്. അവിടെ നമുക്ക് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക,
അതിന് ഉറങ്ങുന്നതിനൊരു നിശ്ചയ ടൈമുണ്ട്. സേവയാണ് കൂടുതൽ, കർമ്മങ്ങൾ കൂടുതൽ ചെയ്യിക്കുക. ഈ സേവ എന്ന് പറയുമ്പോൾ ആശ്രമ സേവ, അതായത് ആശ്രമത്തിൽ സന്യാസിമാരുണ്ട്, കൃഷിയിടങ്ങളുണ്ട്, മറ്റ് സ്ഥാപനങ്ങളുണ്ട്. അവിടെ ചുമതല കൊടുക്കുക എന്നുള്ളതാണ്. ഒരു സന്യാസി എന്ന നിലയിൽ സന്യാസി ആവാൻ യോഗ്യത ഉണ്ടോ എന്നാൽ കൽപ്പിക്കലാണത്. അതായത് നമ്മുടെ കൃഷിയിടങ്ങളുണ്ട്, അവിടെ ആദ്യം കൊടുക്കുന്നത് ജീവസേവയാണ്. എന്ത് വെച്ചാൽ എന്താ പറയുക, സ്നേഹം എന്നുള്ളത് പൂർണ്ണമാവാതെ ഒരു സന്യാസി എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും ഒരുപോലെ കാണാനും ജാതി മതം ഒന്നുമില്ലാതെ എല്ലാവരും ഒരുപോലെ കാണണമെങ്കിൽ സ്നേഹം എന്നുള്ളത് ഉണ്ടാവണം. സ്നേഹം എവിടെയുണ്ടോ അവിടെ ആയിരിക്കും ഐക്യമുള്ളത്. അതുകൊണ്ട് ആദ്യം നമുക്ക് നൽകുന്നത് സ്നേഹിക്കാനുള്ള ഒരു ട്രെയിനിങ് ആണ് ആദ്യം നൽകുന്നത്. മനുഷ്യന്മാർക്ക് മനുഷ്യന്മാരെ വെറുക്കാൻ 100 കാരണങ്ങളുണ്ട്, അല്ലേ? സ്നേഹിക്കാൻ ഒരു കാരണങ്ങളുമില്ല. അത് ശരിയായിട്ടുള്ള നമ്മൾ മനുഷ്യനെന്ന ബോധം ആദ്യം ഉറപ്പിക്കുക. അതാണ് നമ്മൾ അർദ്ധ സന്യാസി കൊണ്ട്. മനുഷ്യനെന്നുള്ള ബോധം ഉണ്ടെങ്കിൽ മാത്രമേ അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം സന്യാസിയാവണോ, അല്ലെങ്കിൽ ഇത് നമ്മുടെ ഒരു ആവേശം മാത്രമാണോ, തിരിച്ചു പോകണോ. ഇതൊക്കെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവസാനമാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള എന്താ പറയുക അറിയാൻ സാധിക്കും. ഈ കൃഷിയിടങ്ങളിൽ മണ്ണിൽ പണിയെടുക്കേണ്ടി വരും. അല്ല, അങ്ങനെയല്ല. കൃഷിയുടെ അതിൻ്റെ കാര്യങ്ങൾ നടത്തുക. ഈ നാഗസന്യാസിമാർ ഈ പറയുന്ന പോലെ എവിടെയും പോകുന്നല്ല. അവർ ഇപ്പം നോക്ക്, കുംഭമേള ഇത്രയും ലക്ഷം സന്യാസിമാർ വന്നു. ഈ കുംഭമേള സമയത്ത് ഇത്രയും സന്യാസിമാരെ കണ്ടു. ഈ കുംഭമേള കഴിഞ്ഞ ശേഷം നിങ്ങൾ പുറത്ത് എവിടെ വേണം പോയി നോക്കിയോ, ഒരു നാഗസന്യാസി നിങ്ങൾ കാണില്ല. ചിലവർ നമുക്ക് ഹരിദ്വാറും കാശിയിലെ കാണാൻ പറ്റും. അവർ ഈ പറഞ്ഞ പോലെ അർദ്ധപുരുഷാക്കിയിട്ട് ഗുരുക്കന്മാർ വിടും, മഹാപുരുഷാക്കി വിടും, അർദ്ധസന്യാസിയാക്കി വിടും. കുംഭമേളക്കാണ് ഇതിൻ്റെ പൂർണ്ണ സന്യാസി. ദിഗംബർ സംസ്കാരമൊക്കെ കുംഭമേള സമയത്താണ് നടക്കുന്നത്. അതാണ് നമ്മുടെ ഒരു പ്രോസസ്സ്, ആ സമയത്ത് നടക്കും. എന്നാൽ അർദ്ധസന്യാസി ആയിക്കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞ പോലെ നല്ല വലിച്ച് നല്ല ഭക്ഷണം കഴിച്ച് സുഖിക്കാം എന്നുള്ള ഭോഗവാസന മനസ്സോടെ വരുന്നവർ 2 ദിവസം അവിടെ നിൽക്കില്ല. കാരണം ഗുരുക്കന്മാരുടെ ശിക്ഷണവും അവരുടെ സ്നേഹവും എല്ലാം കാര്യങ്ങളും ചെയ്തു കൊടുക്കും. എന്നാലും ഇവൻ്റെ മനസ്സിൽ ഭോഗം അതിൽ മാത്രമേ ഉള്ളൂ. ശരീരം കുറച്ച് കർമ്മങ്ങൾ ചെയ്യണം, മനസ്സ് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ അവരതിനനുസരിച്ച് ശിക്ഷ കൊടുക്കും. വളരെ അടിവരെ കൊടുത്തൊന്നും വരാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല. അവർ ഓടലിനാണ് പോയി. എന്നാലും അവർ അർദ്ധസന്യാസി ആയതുകൊണ്ട് അവർ കാവ്യ ഉപേക്ഷിക്കുന്നില്ല. അവരാണ് ഹരിദ്വാർ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് നിങ്ങൾ കാണുന്ന തരത്തിൽ വലിക്കുന്നതും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നാഗസന്യാസി എവിടെയും കാണാൻ പറ്റില്ല. കുംഭമേള അവരവരുടെ സഹോദരൻ ഇത്രയും 3-3.5 വർഷങ്ങൾക്ക് ശേഷം ഒരു കുംഭമേള വരുന്നത്. അപ്പോൾ അത്രയും സമയം വരെ ആശ്രമ സേവയും പുറത്തൊന്നും അവൻ കണക്റ്റ് ആവുന്നില്ല. അപ്പോൾ കുംഭമേള സമയത്ത് വരുമ്പോഴാണ് സഹോദരന്മായിട്ട് ഇരുന്ന് അവനൊരു സ്വതന്ത്രം കൊടുക്കുക. അത് ഗുരുക്കന്മാരും അവിടുത്തെ ഗവൺമെൻറ് അത് അനുവദിച്ചിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. ഒരു നാഗസന്യാസിക്ക് അനുവദിച്ചുള്ള സ്വാതന്ത്ര്യമാണ്. അപ്പം ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ ഓടിപ്പോകുന്ന പകുതിയിൽ നിന്ന് ഉപേക്ഷിച്ച് ഓടിപ്പോകുന്ന സന്യാസിമാരാണ് താങ്കൾ ഈ പറഞ്ഞ പോലെ വലിക്കുക, ആളുകൾക്ക് ഉപദ്രവമായി ജീവിക്കുക. എന്നാൽ അത് തന്നെയാണ് മറ്റുള്ള നാഗസന്യാസിമാരെന്നൊരിക്കലും. ഏതെങ്കിലും ഒരു പോലീസ് ഇപ്പോൾ ഇവിടെ ഒരു കുന്നംകുളം ഒരു പ്രശ്നം ഞാൻ കേട്ടു, ഏതോ 2-3 പേരെ ചെയ്തിട്ടു. ഇപ്പം മൊത്തം പോലീസ് ഫോഴ്സിനെ ആക്ഷേപിക്കുന്ന ഒരു നിലപാടല്ലേ ജനങ്ങൾ എടുക്കുന്നത്. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. പൂർണ്ണമായി സന്യാസത്തിലേക്ക് എത്താതെ അഖാഡകളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന അവർക്ക് പ്രമാണപത്രം പോലും. നമ്മുടെ ഈ അഖാഡയിലെ സന്യാസിമാരെന്ന് പറയുമ്പോൾ ഈ ശ്രീ പഞ്ചദശനം അവാഹന, അതിനുശേഷം ജുനാഗഡ, എല്ലാം ഇത് പ്രാചീനമായ അഖാഡയാണ് ഞങ്ങളുടെ. അതിനുശേഷം മറ്റെല്ലാ അഖാഡകളും വന്നത് 13 അഖാഡകളുണ്ട്. 14ാമത് കിന്നരി അഖാഡ, അത് ജുനാഗഡ ബേസിൽ വന്നതാണ്. അങ്ങനെ ടോട്ടൽ 14 അഖാഡയുണ്ട്. 13 അഖാഡയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഈ 13 അഖാഡകളിലെ ഇപ്പോൾ വലിക്കുന്ന കാര്യം പറഞ്ഞ് ആക്ച്വലി എന്ന് പറയുമ്പോൾ ഇത് നാഗസന്യാസി നോർത്തിലുള്ള ഒട്ടുമിക്ക സന്യാസിമാർ ഇത് ഉപയോഗിക്കുന്ന ആളുകളാണ്. എന്നുവെച്ചാൽ അവർ പുറത്തുപോയി അങ്ങനെ ആളുകൾ ഡിസ്റ്റർബ് ഉണ്ടാക്കുന്ന രീതിയില്ല. അവരുടെ ആശ്രമത്തിൽ സേവയായി പോകുമ്പോൾ ഇത് അതിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു സന്യാസം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് സർവ്വസുഖങ്ങളും ഉപേക്ഷിച്ച് ഭഗവാനിലേക്ക്, ഭഗവാൻ എന്ന് പറയുന്ന പരമാത്മാവിനെ തേടിയുള്ള യാത്ര എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പോൾ ഈ കഞ്ചാവ്, ചരസ് ഇത് വലിക്കുക എന്ന് പറയുമ്പോൾ ഇത് ലഹരിയാണ്. തീർച്ചയായിട്ടും. എന്തിനാണ് സന്യാസിമാർക്ക് ലഹരി? ഇതിപ്പോൾ ഈ ഒരു ചോദ്യം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ ഈ നോക്ക്, നമ്മളൊരു സ്ഥലത്തെ കൂടി ഇപ്പോൾ ഹിമാചൽ, ഞങ്ങളുടെ ആശ്രമം ഹിമാചലിലാണ്. വലിയ സൗകര്യങ്ങളൊക്കെ ആശ്രമമാണ്. ഇപ്പം ഞങ്ങൾ വലിച്ചിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളുടെ ശരീരം കാണുമ്പോൾ അങ്ങനെ ഇരിക്കുന്നതല്ല, നമ്മൾ ട്രെയിൻ ആയിട്ടുള്ളതാണ്. ഇത് ചില പ്രത്യേക സാഹചര്യം ഗുരുക്കന്മാരുടെ മുമ്പിൽ അവർ തരുമ്പോൾ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഗുരു നൽകുമ്പോൾ നിഷേധിക്കാൻ പറ്റില്ല. അതിന് നമ്മളൊരു ചരസായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കഞ്ചാവായിട്ടോ കാണുന്നില്ല. അതൊരു പ്രസാദമായിട്ട് ഗുരു എന്ത് നൽകിയാലും സ്വീകരിക്കുക എന്നുള്ളതല്ലേ. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ സമൂഹത്തിന് ഇതിൽ നിന്ന് തെറ്റായ ഒരു ഉപദേശം നൽകുന്നില്ല. ഇവിടെയുള്ള ആളുകളാണ് ഈ ചിന്തിക്കുന്നത്. നമുക്ക് ഈ കേരളം എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു സ്ഥലമാണ്. അവിടെ എത്ര ജനങ്ങളുണ്ട്? ഇവിടെ ഉള്ള അധികം പേർക്കും എന്താ പറയുക, വിദ്യാഭ്യാസം എത്രത്തോളം ഉണ്ട് അത്രത്തോളം വിശ്വാസം ഇല്ല എന്നുള്ളതാണ്, അല്ലേ? നോർത്തിലല്ലേ അധിക ക്ഷേത്രങ്ങളും സന്യാസിമാർ ഭൂരിഭാഗം അവിടെ ഇരിക്കുന്നത്. അവിടെയും വിദ്യാഭ്യാസം എല്ലാം ഉള്ളവരെന്നല്ലേ ഉള്ളത്. അവിടെ ഉള്ളവർക്ക് ഇത് തെറ്റായിട്ട് തോന്നാത്ത കാരണം എന്താ? അവിടെയും അവർക്ക് അത് വിഷയമല്ല. ഇവിടെ ഒരു കഞ്ചാവ് ചെടി കണ്ടു കഴിഞ്ഞാൽ പോലീസ് വരുന്നു, എക്സസൈസ് വരുന്നു, പിന്നെ നിങ്ങളെപ്പോലെ ന്യൂസ് ചാനൽ വരുന്നു. അവിടെ നിങ്ങൾക്ക് പോയി റോഡ് സൈഡ് കിലോമീറ്റർ വരെ കാണാം. നിങ്ങൾ നോർത്തിൽ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് കാണാം. ആരും ഇത് പറിക്കുന്നില്ല, തൊടുന്നില്ല. എന്താണ്? അവർക്കത് വിഷയമല്ല.
അവരതിനൊരു പ്രശ്നമായിട്ട് കാണുന്നില്ല. ഒരു സന്യാസം സംബന്ധിച്ച് തണുപ്പുള്ള പ്രദേശം, അവിടെ തണുപ്പ് കാലം വരുമ്പം അവിടെയുള്ള ജനിച്ച ആളുകൾ പോലും 9 മണിക്ക് എഴുന്നേൽക്കുക, ചിലവരൊക്കെ രാവിലെ എഴുന്നേൽക്കുക. എന്നാലും എഴുന്നേൽക്കുമ്പോൾ ഇത്രയും തടിയുള്ള ഒരു കമ്പളോ അല്ലെങ്കിൽ സെറ്ററോ കോട്ടൊക്കെ ഇട്ടാണ് അവർ പുറത്തിറങ്ങാൻ പറ്റുക. ആ ഒരു സൗകര്യത്തിലാണ് ഒരു സന്യാസി എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ദിഗംബരന്മാരാണ്, അവർക്ക് വസ്ത്രങ്ങൾ ഒരു ഒരു ഇത്ര ഉപയോഗിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അല്ലാതെ നമുക്ക് നമ്മുടെ അങ്ങനെയല്ല. ഇതൊരു സാധനമാണല്ലോ, അഭ്യാസമാണല്ലോ. ശരീരത്തിൽ സുഖം മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതിൽ ദുഃഖങ്ങൾ അറിയണ്ടേ. നമ്മൾ നമ്മുടെ ശരീരത്തിൽ ദുഃഖങ്ങൾ അറിയുമ്പോഴല്ലേ അതുപോലൊരു ദുഃഖമുള്ളൊരു മനുഷ്യനെ കാണുമ്പോൾ നമ്മൾ അവനെ സ്നേഹിക്കുക, അല്ലേ? അല്ല നമ്മുടെ മാത്രം കാര്യം എന്ന് പറയുമ്പോൾ അതൊരു സ്വാർത്ഥിയാണ്. നമ്മുടെ ട്രെയിനിങ് ഇതാണ് ഭാഗം. അപ്പോൾ ഈ 3:30 മണിക്കൊക്കെ നിങ്ങൾ ഈ ഇവിടെ ചിന്തിച്ച് ഹിമാചലിൽ തണുപ്പ് ആലോചിക്കുന്ന പോലെയല്ല. അവിടെ 3:30ക്ക് നിങ്ങൾ എണീക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു വിശേഷം മനസ്സിലാവുന്നത്. അപ്പം അത്രയും തണുപ്പുള്ള സമയത്ത് അവൻ ആർക്കോ വേണ്ടി ബുദ്ധിമുട്ടില്ലാതെ ഒരു ദുഃഖത്തോടെ പോയിട്ട് ഇങ്ങനെ പ്രാഗി അമ്പലങ്ങൾ വൃത്തിയാക്കുക, അവിടെ സമാധി വൃത്തിയാക്കുക, അല്ലേ? നമ്മുടെ ശരീരത്തിന് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പം പിന്നെ ഈശ്വര ചിന്തയൊന്നും ഉണ്ടാവില്ല. ശരീരത്തിൻ്റെ ദുഃഖമാണ് നമുക്ക് പ്രധാനമായിട്ട് തോന്നുന്നത്. അപ്പം ഈ വൈകുന്നേരം ഈ ഇത്തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവൻ ആനന്ദത്തോടെ അല്ല ചെയ്യുന്നെങ്കിൽ പിന്നെ ആ കർമ്മത്തിൽ ഒരു കാര്യവുമില്ല. അപ്പോൾ ഗുരുക്കന്മാർ അവൻ്റെ ശരീരത്തിന് ഒരു ആനന്ദം നിലനിർത്താൻ വേണ്ടി എല്ലാവരിലും ശരീരത്തെ പ്രകൃതിയുമായി ചേർത്ത് നിർത്താൻ വേണ്ടി. അതായത് അല്ലല്ല, ഇതിപ്പോൾ നമ്മൾ നോക്കി, ഈ ലഹരി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? മദ്യമായാലും മറ്റെന്ത് തന്നെ ഡ്രഗ്സ് ആയാലും ഈ ലഹരി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്?